സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രവർത്തനം തടസ്സപ്പെട്ട വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഫാക്ടറി വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നു. മലബാർ മീറ്റ് ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാൻ ബ്രഹ്മഗിരി സൊസൈറ്റിയും സെഡാർ ഗ്രൂപ്പും തമ്മിൽ ധാരണയായി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ ധാരണാപത്രം ഒപ്പിട്ടേക്കും. അതേസമയം നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് ആക്ഷൻ കൗൺസിൽ. ബ്രഹ്മഗിരിയിലെ മാംസ സംസ്കരണ ഫാക്ടറി ഒക്ടോബർ മാസം അവസാന വാരം തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതോടെ പ്രതീക്ഷയോടെയാണ് നിക്ഷേപകർ. ഒരു വർഷമായി മീറ്റ് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുന്ന കാര്യത്തിൽ സെഡാറുമായി ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ലാഭവിഹിതത്തിന്റെ 51% ബ്രഹ്മഗിരിക്ക് ലഭിക്കും. 49% സെഡാറിനും നൽകാനാണ് ധാരണ. ലാഭവിഹിതം ഉപയോഗിച്ച് നിക്ഷേപകരുടെ പണം ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യാനാണ് ശ്രമം. നിലവിൽ യൂണിറ്റ് പ്രവർത്തിച്ചിരിക്കുന്നത് ഉൽപാദനക്ഷമതയുടെ 15% മാത്രമാണ്. 60%-ഓളം ഉൽപാദനക്ഷമത ഉയർത്താനാണ് ശ്രമം. ഇതുവഴി സൊസൈറ്റിയെ ലാഭത്തിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതേസമയം നിക്ഷേപം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് തുടർ പ്രക്ഷോഭത്തിനിറങ്ങുകയാണ് ഇരകളായവർ. ഒക്ടോബർ 16-ന് ബ്രഹ്മഗിരി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. തുടർന്ന് ഡയറക്ടർമാരുടെ ഓഫീസിലേക്കും CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും മാർച്ച് നടത്തും. ഞങ്ങൾ ഈ വരുന്ന 16-ാം തീയതി ഈ ബ്രഹ്മഗിരിയുടെ പാതിരിപ്പാലത്തുള്ള ഓഫീസിലേക്ക് മാർച്ചും ധർണയുമാണ് ഞങ്ങൾ ആദ്യം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തീരുമാനമായി ഞങ്ങളെ സംബന്ധിച്ച് നിക്ഷേപകരുടെ പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് തിരിച്ചു കിട്ടുന്നത് വരെ ഏത് രീതിയിലുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അതിന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. കോൺഗ്രസും BJPയും ബ്രഹ്മഗിരി വിഷയം ഉയർത്തി തുടർ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുന്നുണ്ട്. മന്ത്രി OR കേളുവിന്റെ ഓഫീസിലേക്ക് നാളെ മാർച്ച് നടത്താനാണ് കോൺഗ്രസ് തീരുമാനം. നിക്ഷേപകരെ പറഞ്ഞു പറ്റിച്ചതിന്റെ ചരിത്രമുണ്ട് ബ്രഹ്മഗിരി സൊസൈറ്റിക്ക്. ഇത്തവണ വാക്ക് പാലിക്കപ്പെടുമോ? കണ്ടറിയാം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. സുജിത്ത് പറഞ്ഞതുപോലെ വാഗ്ദാന ലംഘനത്തിന്റെ വലിയ കഥയുണ്ട് ബ്രഹ്മഗിരിയിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുമ്പോൾ പോലും ഈ പണം എപ്പോൾ തിരിച്ചു കിട്ടുമെന്ന കാര്യത്തിലൊക്കെ ആശങ്കയുണ്ട്. നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാനാണ് ഇരകളായവരുടെ തീരുമാനം. ബ്രഹ്മഗിരി ഓഫീസിലേക്കും CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും മാർച്ച് നടത്തും. കാണാം കൂടുതൽ പ്രതികരണങ്ങൾ. ഞങ്ങളിപ്പോൾ ആദ്യഘട്ടമായിട്ടാണ് പാതിരിപ്പാല ഓഫീസിലേക്കാണ് മാർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം തുടർ സമര പരിപാടികളായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ പുറകെ സ്ഥിരമായിട്ട് നടന്ന് ക്യാൻവാസ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ വീടുകളിലേക്ക്, പിന്നെ ഇതിൻ്റെ ഡയറക്ടേഴ്സ്, ഇപ്പോൾ ഉള്ള ഡയറക്ടേഴ്സും ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരായിരുന്നു ആക്ച്വലി ഇതിനകത്ത് പൈസ കളക്ഷനും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെയ്തിരുന്നത്. അവരുടെ വീടുകളിലേക്ക് ഉണ്ടാവും. പിന്നെ അതിനുശേഷമായിട്ട് ഞങ്ങൾ സത്യാഗ്രഹം കാര്യങ്ങൾ മറ്റേ റിലേ സത്യാഗ്രഹം കാര്യങ്ങളിലേക്കും പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ ഇവർ തുറക്കുമെന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുവരെ തുറന്നിട്ടില്ല. എത്രത്തോളം ഇത് തുറക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ കൊടുത്ത പണം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. പ്ലാന്റ് തുറന്നാലും വേണ്ടില്ല, തുറന്നില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ കൊടുത്ത പണം കിട്ടും. ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം. അതല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഓരോ ഘട്ടമായിട്ടായിരിക്കും ഞങ്ങൾ ഓരോ സമര പരിപാടിയിൽ അവസാനം എന്നുള്ളത് ഞങ്ങൾ CPMൻ്റെ ജില്ലാ ആസ്ഥാനത്തേക്കായിരിക്കും ഈ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളും അവരുടെ കുടുംബവും അങ്ങോട്ട് അവിടെ നിന്ന് ഞങ്ങൾ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഞങ്ങൾ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ അവിടെ ഇരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പൈസ ഡിപ്പോസിറ്റ് ചെയ്ത പാർട്ടിയാണ് ഞങ്ങൾ. 3 വർഷമായി ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് നടക്കുന്നു. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഫാക്ടറി തുറക്കും പറയും. തുറന്നുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ല. തുറന്നാലും തുറന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വിഷയമില്ല. ഞങ്ങളിന്ന് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ അനുഭാവികളാണ് ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ട് ഞങ്ങളുടെ ട്രഷറിയിലുള്ള പൈസ ഇടിച്ചത്. എൻ്റെ മോളുടെ ഒരു ജോലീൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്തു. പൈസ ഇടുമ്പം നമ്മളോട് പറഞ്ഞത് പിന്നെ 3 ആഴ്ച മുന്നേ നമ്മളോട് പറഞ്ഞാൽ പൈസ തിരിച്ചു തരാമെന്നാണ്. പക്ഷെ ആ ആവശ്യത്തിന് വേണ്ടി ഞാൻ പൈസ ചോദിച്ചപ്പോൾ അവർ തന്നില്ല. തരാതെയല്ല, അതിൻ്റെ അവസാനം അവർ പറഞ്ഞത് ആ മാനേജറുടെ നമ്പറും ഞങ്ങൾക്ക് ഞങ്ങൾ പൈസ കൊടുത്തു. ഞാൻ ഇട്ട പൈസ എനിക്ക് തരാത്ത ഒരു മാനേജർക്ക് ഇട്ട് കൊടുക്കുന്നുള്ള വിശ്വാസം ഉണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.